അസ്സലാമു വെൽക്കം ബാക്ക് ടു ഡെയിലി ഡിഷസ്. ഇന്ന് ഞാൻ നല്ലൊരു മീൻ പൊരിച്ചതാണ് തയ്യാറാക്കുന്നത്. നമ്മൾ സാധാരണ മീൻ പൊരിച്ചൊക്കെ തയ്യാറാക്കുന്നതിന് കുറച്ച് വ്യത്യാസത്തിൽ നല്ല മൊരിഞ്ഞ മസാലയായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻ പൊരിച്ചത്. ഏത് മീനും നമുക്കിതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. അപ്പോൾ പൊരിക്കാൻ വേണ്ടി ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് മത്തിയാണ്. 1/2 കിലോ മത്തി എടുത്തിട്ടുണ്ട്. മത്തി ഞാനിപ്പോൾ നന്നായിട്ട് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. മത്തി മാത്രമല്ല കേട്ടോ, ഏത് മീനും നമുക്കിതുപോലെ പൊരിക്കാം. ഇനി ഈ മീനിലേക്ക് നമുക്കൊരു പകുതി ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ മീനിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഈ മീനിലൊന്ന് പുരട്ടി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ആദ്യം ഉപ്പും നാരങ്ങ നീരും ചേർത്ത് വെക്കുകയാണെങ്കിൽ മീനിലേക്ക് പെട്ടെന്ന് ഉപ്പും പുളിയൊക്കെ പിടിച്ച് കിട്ടും. അപ്പോൾ ഒരു 10 മിനിറ്റ് നമുക്ക് ഈ ഉപ്പും പുളിയൊക്കെ മീനിലേക്കൊന്ന് പിടിക്കാനായിട്ട് മാറ്റി വെച്ച ശേഷം പിന്നെ ബാക്കിയുള്ള മസാലകളൊക്കെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ മീനിലേക്ക് വേണ്ട മസാല തയ്യാറാക്കാം. അപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ആദ്യം ഒരു 1/4 കപ്പ് ചെറിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു ചെറിയ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. മീനിലേക്ക് നമുക്ക് അധികം ഇഞ്ചിൻ്റെ വെളുത്തുള്ളിൻ്റെ ഒന്നും ടേസ്റ്റ് ആവശ്യമില്ല, ചെറുതായിട്ടൊരു ടേസ്റ്റ് മതി. അപ്പോൾ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 ചെറിയുള്ളി ചേർത്തിട്ടുണ്ട്. ഇത് നല്ല ചെറിയുള്ളി ആട്ടോ, കൂടി പോകണ്ട. ചെറിയുള്ളി ആയതുകൊണ്ടാണ് ഞാൻ 3 എടുത്തിട്ടുള്ളത്. നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതായതുകൊണ്ട് ഇഞ്ചും വെളുത്തുള്ളി ഉള്ളിയൊക്കെ കൂടുന്നതിനനുസരിച്ച് പെട്ടെന്ന് കരിഞ്ഞു പോകും. പിന്നെ ഇതിലേക്ക് ഞാനൊരു 3 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1.25 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മളടുത്തുള്ളൊരു മുളക് പൊടിയുടെ എരിവിനനുസരിച്ച് നമുക്ക് കൂട്ടിയോ കുറച്ചൊക്കെ എടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ വലിയ ജീരകം, പിന്നെ ഈ മസാലയിലേക്ക് ആവശ്യമായുള്ള ഉപ്പ്. മീനിൽ നമ്മൾ ആദ്യം ഉപ്പ് ചേർത്തിട്ടുള്ളതാണ്. അപ്പോൾ മസാലയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ഇപ്പോൾ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കാം. വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. വെള്ളം ചേർക്കാതെ നമുക്ക് എത്രത്തോളം അരച്ചെടുക്കാൻ പറ്റുമോ അതുപോലെ ഒന്ന് അരച്ചെടുത്താൽ മതി. നന്നായിട്ട് അരയേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പം ഞാൻ ഇതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ തേങ്ങാ ചമ്മന്തിയൊക്കെ തയ്യാറാക്കുന്ന പോലെ ഒന്ന് അരച്ചെടുത്താൽ മതി. ഇതിലുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അതുപോലെ ചെറിയുള്ളിയൊക്കെ നന്നായിട്ട് അങ്ങ് അരഞ്ഞു പോയിട്ടുണ്ട്. തേങ്ങയാണെങ്കിൽ ഇതുപോലെ ഇങ്ങനെ തരിതരിയായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മീനിലേക്ക് വേണ്ട മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മീനിലേക്ക് പുരട്ടി കൊടുക്കാം. നമ്മൾ ആദ്യം തന്നെ ഉപ്പും നാരങ്ങനീരൊക്കെ ചേർത്ത് വെച്ചുകൊണ്ട് മീനിന് കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ അതിലേക്ക് നമ്മൾ ഈ മസാല ചേർത്ത് കൊടുത്തിട്ട് മീനിൽ നന്നായിട്ട് അങ്ങ് പുരട്ടി കൊടുക്കാം. ഇനി മസാല പുരട്ടുമ്പോൾ ഇതിൽ വെള്ളം കുറവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് മസാലയൊക്കെ ഒന്ന് പുരട്ടിയിട്ട് കുറച്ച് സമയം നമുക്ക് ഈ മസാലയൊക്കെ ഒന്ന് പിടിക്കാനായിട്ട് മാറ്റി വെക്കാം. അധികം സമയം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമ്മളിതിൽ ആദ്യം ഉപ്പും നാരങ്ങാനീരൊക്കെ ചേർത്ത് വെച്ചുകൊണ്ട് ഉപ്പും പുളിയൊക്കെ നന്നായിട്ട് മീനിലേക്ക് പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ മീനിൽ നന്നായിട്ട് മസാല പുരട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ മീൻ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ഞാനൊരു പാൻ ചൂടാവാനായിട്ട് വെച്ച ശേഷം അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചെറുതായി ഒന്ന് മൊരിഞ്ഞു തുടങ്ങിയാൽ നമ്മൾ മസാല പുരട്ടി വെച്ചിട്ടുള്ള മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഞാൻ മീനെല്ലാം പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. തീ കൂട്ടി വെക്കരുത്. നമ്മളിതിൽ ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളിയൊക്കെ ചേർത്ത് കൊടുത്തുകൊണ്ട് പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി നമുക്ക് ഒരു 2-3 പ്രാവശ്യമൊക്കെ മീൻ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കാം. തിരിച്ചിടുമ്പോൾ മീനൊക്കെ ഒന്ന് പൊടിയാതെ നോക്കണം. ഇപ്പം ഞാൻ എല്ലാ മീനും ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഒരു പ്രാവശ്യം കൂടി ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ മീൻ ഞാനിപ്പോൾ ഒരു പ്രാവശ്യം കൂടി തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി വേണമെങ്കിൽ നമുക്ക് കുറച്ച് കറിവേപ്പിലയും പച്ചമുളകും കൂടെ ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ അതൊന്ന് വാടി വരുമ്പോൾ നല്ലൊരു മണവും ടേസ്റ്റും ആട്ടോ. അപ്പോൾ നമ്മുടെ നല്ല മൊരിഞ്ഞ മസാലയോട് കൂടിയിട്ടുള്ള മീൻ പൊരിച്ചത് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആട്ടോ. നല്ല മൊരിഞ്ഞ മസാലയൊക്കെ ആയിട്ട് നല്ല ചൂട് ചോറിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു മസാലയിൽ നിങ്ങൾ മീൻ പൊരിച്ച് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായം എന്നെ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ ഇതുപോലെ നല്ല ഈസി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പികൾക്കായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.